നിന്ന് വിയർക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തെറ്റാണ് അബ്ദുൽ നാസർ മഅ്ദനി ചെയ്തത്? ഈ രാജ്യത്ത് കലാപം അഴിച്ചുവിട്ട അബ്ദുൽ നാസർ മഅ്ദനി രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ധീരോദത്തമായ പോരാട്ടം നടത്തി അബ്ദുൽ നാസർ മഅ്ദനി കറുത്തവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ, രാജ്യത്തെ പിന്നോക്കക്കാരന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ശക്തമായ ഇടപെടലുകൾ നടത്തി അബ്ദുൽ നാസർ മഅ്ദനി. അതിന്റെ പേരിലാണ് അബ്ദുൽ നാസർ മഅ്ദനിയെ വേട്ടയാടിയത്. ഇന്നും അബ്ദുൽ നാസർ മഅ്ദനിക്കെതിരെയുള്ള കേസുകളിൽ ഒരെണ്ണം പോലും തെളിയിക്കാൻ കർണാടകയിലെ സംഘി ഭരണകൂടത്തിനോ ആ സംഘി ഭരണകൂടത്തിന് സകലവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പലരും ചോദിക്കുന്നത് എന്താ, PDP ഇപ്പോഴും ഉണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ചോദിക്കുക, PDP ഇപ്പോഴും ഉണ്ടോ? ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ, ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട് ഞങ്ങൾ. എന്താ കാരണമെന്നറിയോ? ഈ പ്രസ്ഥാനം തീയിൽ കുരുത്തതാണ്. ഈ പ്രസ്ഥാനം തീയിൽ കുരുത്തതാണ്. ഇത് വെയിലത്ത് പാടില്ല. കോഴിക്കോട് പട്ടാളം പള്ളിയുടെ മുന്നിൽ 10,000-ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എവിടെ വെച്ചും PDPയുടെ നയപ്രഖ്യാപന കൺവെൻഷൻ, PDP രൂപീകരണം നടത്താൻ അനുവദിക്കില്ല എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാശികളെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് 10,000-ങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് കോഴിക്കോട് പട്ടണത്തിന്റെ നടുവിൽ വെച്ചുകൊണ്ട് രൂപം കൊടുത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും അബ്ദുൽ നാസർ മഅ്ദനി തൊടുത്തുവിട്ട ഈ ആകാശം തന്നെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ആ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി നാടകം കളിച്ചവർ ഇന്നും അണിയറയിലിരുന്ന് നാടകം കളിച്ചു കൊണ്ടിരിക്കുന്നവർ ഓർക്കുക, ഈ പ്രസ്ഥാനം തകർന്നിട്ടില്ല, ഈ പ്രസ്ഥാനം നശിച്ചിട്ടില്ല, ഈ പ്രസ്ഥാനം നശിക്കുകയുമില്ല. ഈ പ്രസ്ഥാനം അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി ആര് തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമുള്ളൂ. കേരളത്തിന്റെ പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാനുള്ള ഒരു സ്വയം പ്രഖ്യാപിത ശക്തിയായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് വളർച്ചയുടെ പാതയിലാണ്, വികസനത്തിന്റെ പാതയിലാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് പല രാഷ്ട്രീയ തമ്പുരാക്കന്മാരെയും വിരളി പിടിപ്പിച്ചത്. എന്താണെന്നറിയോ? അവർണ്ണന അധികാരം, പീഡിതർക്ക് മോചനം. അവർണ്ണന് കിട്ടേണ്ട അവകാശങ്ങൾ, പീഡിതന് കിട്ടേണ്ട അവകാശങ്ങൾ ഏത് തമ്പുരാക്കന്മാരുടെ അരമനയിൽ കയറി ചെന്നിട്ടാണെങ്കിലും അത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യുമെന്ന് സധൈര്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു മർദ്ദിത പോരാളി തന്നെയായിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി. ആ മഅ്ദനിയെ വേട്ടയാടിയത് കൊണ്ടൊന്നും ഈ പ്രസ്ഥാനം തകരുകയില്ല. ഈ പ്രസ്ഥാനം തകർച്ചയുടെ വക്കിലുമല്ല. പിന്നെ പറയാനുള്ളത് വികസനത്തിന്റെ കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ പ്രദേശത്തെ നല്ലവരായ വോട്ടർമാർ ചിന്തിക്കണം. തെക്കൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ആ രാഷ്ട്രീയ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. 5 വർഷം തുടർച്ചയായിട്ട് പെരുമ്പാവൂർ നഗരസഭയിൽ സുന്ദരമായ ഭരണം കാഴ്ചവെച്ച കൗൺസിലർമാർ ഈ പ്രസ്ഥാനത്തിനുണ്ട്. PDPക്കുണ്ട്. വാർഡ് മെമ്പർമാരുണ്ട്. ആലപ്പുഴ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ PDPക്ക് ഇന്നും മെമ്പർമാരുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാം. PDPയുടെ, ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, PDPയുടെ മെമ്പർമാർ, PDPയുടെ വാർഡ് കൗൺസിലർമാർ നടത്തിയ വികസനങ്ങൾ, ആ വികസനത്തെ കുറിച്ച് BJPയുടെ ഒരു വനിതാ പ്രതിനിധിയോട് പത്രക്കാർ ചോദിച്ചു. PDPയുടെ പെരുമ്പാവൂരിനെ ഈ 5 വർഷം പൂർത്തിയാക്കിയ ഈ കൗൺസിലറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് BJPയുടെ വനിതാ കൗൺസിലറോട് പത്രക്കാർ ചോദിച്ചപ്പോ ഈ പ്രദേശത്തെ വോട്ടർമാർ ശ്രദ്ധിക്കണം. BJPയുടെ വനിതാ കൗൺസിലറോട് പത്രക്കാർ ചോദിച്ചു, ഈ പെരുമ്പാവൂർ നഗരസഭയിൽ 5 വർഷം പൂർത്തിയാക്കിയ PDP കൗൺസിലറെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അവരൊരു മറുപടി കൊടുത്തു. എന്താണ് ആ മറുപടി എന്നറിയോ? അവര് പറഞ്ഞു, അബ്ദുൽ നാസർ മഅ്ദനി ഞങ്ങളുടെ നമ്പർ 1 ശത്രുവാണ്.
PDPയും ഞങ്ങളുടെ നമ്പർ 1 ശത്രുവാണ്. പക്ഷേ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രദേശത്ത് ഈ മനുഷ്യൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. പ്രളയം വന്ന് സംഹാര നൃത്തം ചവിട്ടിയപ്പോൾ, പ്രളയം സംഹാര താണ്ഡവമാടിയപ്പോൾ ഈ പ്രദേശത്തിന്റെ പെരുമാറിൽ ടെറസിന്റെ മുകളിൽ ആഴ്ചകളോളം ജലപാനമില്ലാതെ കഴിഞ്ഞുകൂടിയ ജനവിഭാഗങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും ജലപ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാന തമ്പുരാക്കന്മാരും അവിടെ കോടി വന്നിട്ട് അവരെ സാന്ത്വനിപ്പിക്കാനുണ്ടായില്ല. PDPയുടെ ഈ 5 വർഷം പൂർത്തിയാക്കിയ ഈ കൗൺസിലർ വന്നിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു പെരുമ്പാവൂര് മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെ PDPക്ക് മെമ്പർമാരുണ്ടോ, ഏതൊക്കെ വാർഡുകളിൽ PDPക്ക് വാർഡ് മെമ്പർമാരുണ്ടോ, ഏതൊക്കെ കൗൺസിലർമാരുണ്ടോ, ആ കൗൺസിലർമാരൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം വിലയിരുത്തിക്കൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് വെറുതെ പ്രസംഗത്തിന് ഹരം വരുത്താൻ പറയുന്നതല്ല, പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാവണം നിങ്ങൾ PDPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കേണ്ടത്. ഈ രാജ്യത്ത് ഒരു പുത്തൻ വികസന സംസ്കാരം അനിവാര്യമാണ്. ഈ രാജ്യത്തെ വികസനത്തിന്റെ പുത്തൻ വാതായനങ്ങൾ നമുക്ക് തുറക്കേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കരുത്. ഒരു കാരണവശാലും അക്രമ സമരത്തെയും അക്രമ രാഷ്ട്രീയത്തെയും PDPയും അതിന്റെ ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയും അംഗീകരിക്കുന്നില്ല. അക്രമ രാഷ്ട്രീയമില്ലാത്ത വികസനത്തിന്റെ പുത്തൻ സ്വപ്നങ്ങൾ വിരിയുന്ന ഒരു സംസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ഓരോ പഞ്ചായത്തും ഓരോ പ്രദേശവും ഓരോ വാർഡുകളും നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ ഒരു മുഖം നിങ്ങളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരണം. ഇന്ത്യൻ മനുഷ്യാവകാശത്തിന് വേണ്ടി ധീരോദത്തമായ പോരാട്ടം നടത്തിയ അബ്ദുൽ നാസർ മഅദനിയുടെ ആ ദയനീയമായ മുഖം തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് പോളിംഗ് ബൂത്തിന്റെ പടിവാതിലിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കണം. അത് മാത്രമല്ല, പൂർത്തീകരിക്കപ്പെടാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് പുത്തൻ ചിറകുമുളപ്പിക്കാൻ PDPയുടെ ചുണക്കുട്ടികൾ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. PDPയുടെ കർമ്മധീരനായ സ്ഥാനാർത്ഥിയായിട്ട് ചാലിശ്ശേരി ബ്ലോക്ക് 11 ഡിവിഷൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MS അബ്ദുള്ള ആലിക്കരയെ വഞ്ചി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തണമേ എന്ന് ഈ പ്രദേശത്തെ നല്ലവരിൽ നല്ലവരായ സ്നേഹനിധികളായ മുഴുവൻ നാട്ടുകാരോടും ഞങ്ങൾ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രമിച്ച ഈ